ഫ്രണ്ട്സ്, ഞാനിന്ന് നമ്മുടെ ട്രിവാൻഡ്രം ആക്കുളം റോഡിലുള്ള അൽക്കീസിലൊന്ന് കയറി. ഇതൊരു ടേക്ക് അവേ കൗണ്ടറാണ്. ഇവരുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചിക്കൻ ദം ബിരിയാണിയും ചാർക്കോൾ ഷവർമയാണ്. ചാർക്കോൾ ഷവർമയുടെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ, എല്ലാവരും കയറി കാണണേ. ഇതൊരു ടേക്ക് അവേ ആയതുകൊണ്ട് തന്നെ ഇവരുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി പാഴ്സലാണ് വാങ്ങിയത്. ഒന്ന് കായ്ഫ് ബിരിയാണിയും മറ്റൊന്ന് മലബാർ ദം ബിരിയാണിയും. ബിരിയാണി പാഴ്സലായ സ്ഥിതിക്ക് കുറച്ച് ആർഭാടാവാന്ന് കരുതി. ബിരിയാണി വാഴയിലയിലിട്ട് കഴിക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണല്ലോ. ഈ രണ്ട് ബിരിയാണിയും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കും. ആദ്യം ഞാൻ കായ്ഫ് ബിരിയാണി തന്നെ എടുത്തു. കാരണം കാണാനൊക്കെ ഒരു മൊഞ്ചുണ്ടായിരുന്നു, നല്ല കൊതിപ്പിക്കുന്ന മണം ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ നോക്കിക്കോ, മുകളിൽ 3 ചെറിയ പീസ് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. ഇത് ചിക്കൻ ദം ബിരിയാണിയിൽ എക്സ്ട്രാ 3 ചെറിയ ചിക്കൻ ഫ്രൈ വെച്ചത്. ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ റൈസ് കഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റി. ഉപ്പ് നല്ല കൂടുതലായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നിരാശപ്പെട്ടില്ല കേട്ടോ. അപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത്. റൈസിൽ മാത്രമല്ല, ആ മസാലയിൽ മൊത്തം നല്ല ഉപ്പുണ്ടായിരുന്നു. പിന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചു പോയില്ലേ, അങ്ങ് കഴിച്ചു. എന്നിട്ടും എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു, കാരണം അടുത്തൊരു ബിരിയാണി ഇരിപ്പുണ്ടല്ലോ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അടുത്തത് ഞാൻ അവരുടെ മലബാർ ചിക്കൻ ദം ബിരിയാണി ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. ചിക്കനും റൈസും എല്ലാം ദം ചെയ്തെടുത്ത ഒരു ഐറ്റം. ഇതിലും 3 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു. ആ റൈസൊക്കെ ഒരാൾക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ചിക്കൻ നല്ല വെന്ത സോഫ്റ്റ് പീസായിരുന്നു. ഇതും എന്നെ നിരാശപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഇത് രണ്ടും ഒരേ ബിരിയാണി തന്നെയാണ്. ഒന്നിൽ ചിക്കൻ ഫ്രൈ കൂടി വെച്ച് കൊടുക്കുന്നു. ഉപ്പ് നല്ല പോലെ കൂടുതലായിരുന്നു. ആ മസാലയിലൊക്കെ നല്ല ഉപ്പുണ്ടായിരുന്നു. ഇന്ന് മാത്രം സംഭവിച്ചതും ആ പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു കസ്റ്റമറിൻ്റെ രോദനം, അത്ര കരുതിയാൽ മതി. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. ബൈ.